ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രമിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 13 വാക്യം. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. മനുഷ്യന് സന്തുഷ്ടമായി ജീവിക്കാൻ ആവശ്യമായ പലതും ദൈവം ലോകത്തിൽ എല്ലാവർക്കും നൽകുന്നു. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. മത്തായി 5:45 വാക്യം. സമയം, വെള്ളം, വായു, വെളിച്ചം, മക്കൾ, പണം, മാതാപിതാക്കൾ, ഭവനം, രക്ഷ ഇവ എല്ലാവർക്കും നൽകുന്നു. ഒരുത്തിന് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നില്ല, എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്നു. മാത്രമല്ല, കർത്താവ് സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞു വന്നത് എല്ലാവർക്കും നിത്യജീവൻ, നിത്യരക്ഷ നൽകുവാനായിട്ടാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി അവൻ വന്നു. ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരവും കൊടുത്തു. നാം കർത്താവ് തന്നതിനെ എങ്ങനെ വിനിമയം ചെയ്യുന്നു, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ ഇരിക്കുന്നത്. ജീവിതത്തിൽ ഒരേ സാഹചര്യത്തിൽ നിന്ന് ഒരേ കാര്യത്തിനായി വേർതിരിച്ച 2 വ്യക്തികളാണ് ദാവീദും യൊരോബെയാമും. 2 പേർക്കും അവർ അർഹിക്കാത്ത സ്ഥാനത്തേക്ക് ദൈവം അവരെ തിരഞ്ഞെടുത്തു. ശൗൽ രാജാവ് അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് പാപം ചെയ്ത മുഖാന്തരം ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി. അവന് പകരം ഒരാട്ടിടയനായി ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിന് ആ സ്ഥലം നൽകി എന്ന് നമുക്ക് 1 ശമൂവേൽ 16:7 മുതൽ 7 12 വാക്യത്തിലും കാണാം. അതുപോലെ യൊരോബെയാം ശലോമോൻ രാജാവിൻ്റെ ദാസനായിരുന്നു. ശലോമോൻ പാപം ചെയ്ത മുഖാന്തരം ദൈവം അവരുടെ രാജ്യത്വം വിഭാഗിച്ച് 2 ഗോത്രം മാത്രം അവർക്ക് കൊടുത്തു. കൂടാതെ ശലോമോൻ്റെ മകനായ രെഹബെയാം ദൈവത്തോട് മത്സരിച്ചു. അതുകൊണ്ട് 10 ഗോത്രത്തിൻ്റെ രാജഭരണം ശലോമോൻ്റെ ദാസനായ യൊരോബെയാമിന് ദൈവം കൊടുത്തു. 2 പേരെയും വിളിച്ചത് ഒരേ ജോലിക്കാണ്. യെരുശലേമിനെ ദൈവപ്രസാദപ്രകാരം ഭരിക്കുവാനായിരുന്നു അത്. 2 പേർക്കും ഒരേ രീതിയിലുള്ള വാഗ്ദത്തമാണ് കൊടുത്തത്. ദൈവം ദാവീദിനോട് പറഞ്ഞു, നിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും ഉറച്ചിരിക്കും. 2 ശമൂവേൽ 7:16 വാക്യം. യൊരോബെയാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒക്കെയും നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായി ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമുള്ള ചെയ്താൽ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രായേലിന് നിനക്ക് തരും. 2 പേർക്കും തങ്ങൾ ആരാണെന്ന് തെളിയിക്കുവാനുള്ള അവസരം ദൈവം നൽകി. ദാവീദ് യഹോവയുടെ ശത്രുവായ ഗോലിയാത്തിനെ കൊന്ന് രാഷ്ട്രത്തെ രക്ഷിച്ചു. യൊരോബെയാമാകട്ടെ മിസ്രയീം രാജാവിൻ്റെ അടുക്കൽ പോയി അവിടെ പാർത്തു. ദൈവേഷ്ടം നിറവേറ്റാൻ 2 പേർക്കും സമയം കൊടുത്തു. ദാവീദ് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റുവാനായി കാത്തിരുന്നു. തന്നെ കൊല്ലുവാൻ വന്ന ശൗൽ രാജാവിനെ കൊന്നില്ല എന്ന് മാത്രമല്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ അംഗം മുറിച്ചതിൽ ദുഃഖിക്കുക കൂടെ ചെയ്യുന്നു. ശൗൽ രാജാവിൻ്റെ കൊല്ലുവാൻ ഈസി ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ ദാവീദിൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും ദാവീദ് രാജാവിനെ കൊന്നില്ല. കാരണം ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിപൂർണമായിട്ട് വിശ്വസിച്ചു. പരിപൂർണമായി ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നു. എന്നാൽ യൊരോബെയാം ദൈവവഴി വിട്ട് വ്യാകുലമുള്ളവനായിട്ട് ജീവിച്ചു. അടുത്തതായിട്ട് 2 പേരും ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ രാജാവായി. ദൈവത്തെ സ്തുതിക്കുവാൻ 2 പേർക്കും അവസരമുണ്ടായിരുന്നു. ദാവീദ് രാജാവ് ദൈവമുമ്പാകെ തന്നെത്താൻ താഴ്ത്തി ഒരു നിസ്സാരനായി തന്നെത്താൻ മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായും ദൈവത്തിൻ്റെ പെട്ടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതായും കാണുന്നു. ദാവീദ് രാജാവ് ദൈവത്തിന് യാഗം കഴിക്കുന്നതായി കാണുന്നു. യൊരോബെയാമാകട്ടെ പൊന്നുകൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി അന്യദൈവത്തെ സേവിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നു. യഹോവയോടുള്ള ബന്ധത്തിൽ 2 പേരുടെ സമീപനം. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. തെറ്റുകൾ ജീവിതത്തിൽ വന്നപ്പോൾ പശ്ചാത്താപിച്ചു ദൈവത്തോട് കൂടുതൽ അടുത്തു. അത് മുഖാന്തരം ദൈവത്തെ പാടി സ്തുതിക്കുന്നു. അനേകം സങ്കീർത്തനങ്ങൾ എഴുതുവാൻ ദാവീദിന് സാധിച്ചു. ദൈവത്തിന് ഒരു ആലയം പണിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ രക്തം ചൊരിഞ്ഞ കൈ ആയതുകൊണ്ട് അത് വേണ്ട എന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് പണിയുവാനായി തൻ്റെ മകനോട് പറയുകയും ആലയത്തിന് വേണ്ടുന്ന പൊന്ന്, വെള്ളി, താമ്രം എന്നിവ ഒരുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൽ താഴ്മ ഒരിക്കലും വിട്ടുമാറാതെ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്ന് പറയുന്നു. യൊരോബെയാമാകട്ടെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു ദൈവത്തെ മറന്നു, അന്യദൈവങ്ങളെ സേവിച്ചു. അങ്ങനെ പാപം ചെയ്തെന്ന് പറയുവാൻ വന്ന പ്രവാചകൻ്റെ നേരെ കോപിച്ച് കൈ ഓങ്ങുന്നതായും കാണുന്നു. 2 പേരെക്കുറിച്ച് യഹോവയുടെ സാക്ഷ്യം. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിച്ച രാജാക്കന്മാരുടെ ജീവിതാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. ദിനവൃത്താന്തം
3:34 ദാവീദിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഇസ്സായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്തു. പ്രവൃത്തി 13:22 ഇതായിരുന്നു ദാവീദിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം. ദൈവത്തിൽ നിന്ന് അകന്നു നടന്ന രാജാക്കന്മാരുടെ ജീവാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു, യൊരോബെയാമിൻ്റെ വഴികളിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. അതുകൊണ്ട് യൊരോബെയാമിനുള്ള സ്വതന്ത്രനും അസുന്ദരനുമായ പുരുഷപ്രതിയൊക്കെയും ഇസ്രായേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരി കളയുന്ന പോലെ യൊരോബെയാമിൻ്റെ ഗ്രഹം തീരെ മുടിഞ്ഞു പോകുവാൻ അവസരം വരികയും അതിനെ കോരിക്കളയുകയും ചെയ്യും. യൊരോബെയാമിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവരെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എത്ര ദാരുണ്യമായ ഒരവസ്ഥ! നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ഒരു ദിവസം വെളിപ്പെടും സഹോദരിമാരെ. ദൈവരക്ഷ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദാനമായിട്ട് തന്നു. പരിശുദ്ധാത്മാവിനെ തന്നു. കൂടാതെ രക്ഷിക്കപ്പെട്ടുമ്പോൾ നമുക്ക് താലന്തുകളും അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ കൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി പൊന്നെ വെള്ളി വിലയേറിയ കല്ല് എന്നിവയാണെങ്കിൽ നാം ചെയ്ത പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നമുക്ക് കിട്ടും. അല്ല മരം പുല്ല് വൈക്കോൽ എന്നിവ കൊണ്ടാകുന്നുവെങ്കിൽ ആ ദിവസം തീയിൽ കൂടെ പോകുമ്പോൾ വെന്തു പോവുകയും ഛേദം വരികയും ചെയ്തു. നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നല്ല ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുമാറാകട്ടെ.